ലോകരാജ്യങ്ങളോട് ഇന്ത്യയുടെ മഹിമ വിളിച്ചോതുന്ന ഒരു മഹാസംഭവത്തിൻ്റെ ഭാഗമാവാനുള്ള ഒരു യാത്രയിലാണ് ഞാൻ. ഈ യാത്രയിൽ നിങ്ങളേവരെയും ഞാൻ കൂടെ കൂട്ടുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 7000 കോടി രൂപ ചെലവിൽ ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്താണ് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 24 വരെ 45 ദിവസമാണ് മേള തുടർന്നു നിൽക്കുന്നത്. ഈ വർഷം 45 കോടി ആളുകൾ കുംഭമേളയിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഏകദേശമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുപിയുടെ സാമ്പത്തിക മേഖലയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലും വലിയൊരു മുന്നേറ്റമാണ് ഈ ഒരു കുംഭമേള കഴിയുന്നതോടുകൂടി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി ഇവിടെ എത്തിപ്പോകുന്നത്. മൂന്ന് നദികൾ മനുഷ്യൻ്റെ 3 അവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്നു. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിങ്ങനെ 3 ഒന്നിലേക്ക് ലയിക്കുന്ന ഒരു പ്രവണതയാണ് നമുക്കിവിടെ അനുഭവിക്കാൻ വേണ്ടി സാധിക്കുക. നമ്മളറിയാതെ നമ്മളിൽ കുടിവെച്ചിട്ടുള്ള ഭാരങ്ങൾ നമ്മളിൽ നിന്ന് ഇറങ്ങുന്ന അപൂർവമായ ഒരു നിമിഷം. ഹർഷവർദ്ധൻ രാജാവിൻ്റെ കാലത്ത് AD 590-647 തുടങ്ങിയ ഭരണകാലങ്ങളിൽ കുംഭമേളയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായ അംഗീകാരം ലഭിച്ചിരുന്നതായി ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുണ്യനദികൾ ചേരുന്ന ഈ ഒരു ഭൂമിയിൽ അദ്ദേഹം ഓരോ 5 വർഷത്തിലൊരിക്കലും ഒരു മഹാസമ്മേളനം നടത്തുകയും തൻ്റെ സമ്പത്ത് എല്ലാ വിഭാഗങ്ങളിലെയും ദരിദ്രർക്ക് വേണ്ടിയിട്ട് വീതം വെച്ച് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും തുടർന്നു വന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുംഭമേള വെറുമൊരു ഉത്സവമല്ല, അറിവിനും ഐക്യത്തിനും ആത്മീയ ഐക്യത്തിനും വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണിത്. പ്രയാഗ്രാജിലെ രാത്രി കാഴ്ചകൾ അതിമനോഹരമാണ്. കിരീടത്തിൽ മുത്തുകൾ പതിച്ചതുപോലെ ലൈറ്റുകൾ ഇങ്ങനെ മിന്നുന്നത് കാണാൻ വളരെ രസകരമാണ്. നദിയിലെ സ്നാനമാണ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. കൂടാതെ മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങളും മറ്റും എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. പുരാണങ്ങളുടെയും ചരിത്രത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും സമന്വയമാണ് കുംഭമേള. ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ് ആണ് കുംഭമേളയെക്കുറിച്ച് ആദ്യമായി ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയായി അറിയപ്പെടുന്നത്. എന്നാൽ പുരാണങ്ങളിലുള്ള ഒരു മിത്ത് എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതം, വിഷ്ണു പുരാണം തുടങ്ങിയിട്ടുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നത് ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പാലാഴി മദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണ് കുംഭമേളയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഗരുഡൻ വഹിച്ചുകൊണ്ട് പോയിരുന്ന അമൃത കുംഭത്തിൽ നിന്ന് പ്രയാഗ്, അതുപോലെ ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്നിവിടങ്ങളിൽ ദേവന്മാർക്ക് നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന അമൃത തുളുമ്പി വീഴുകയും അതുകൊണ്ട് തന്നെ ആ നദികളൊക്കെ പുണ്യ നദികളായിട്ട് മാറുകയും ചെയ്തു എന്നാണ്. അനശ്വരമായ കുടം എന്നർത്ഥം വരുന്ന അമൃത് കലശ് എന്ന വാക്കിൽ നിന്നാണ് കുംഭം എന്ന വാക്ക് വന്നിരിക്കുന്നത്. താൽക്കാലികമായ ഒരു ടെൻറ്റ് സിറ്റി തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം പാലങ്ങളും താൽക്കാലികമായിട്ടുണ്ടാക്കിയിട്ടുള്ള പാലങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മുഴുവനും ലൈറ്റ്, അതുപോലെ തന്നെ വെള്ളം, ശുചിമുറികൾ ഒക്കെ ലഭ്യമാണ്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 അവസാനിക്കുന്ന ഈ ഒരു മഹാകുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു സ്ഥലത്താണ് ഇത് മുഴുവനും സെറ്റാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആർക്കും തന്നെ ഒരു പരാതിയും ഇല്ലാത്ത രീതിയിലാണ് ഇതൊക്കെ മാനേജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മൾ ഈ കാണുന്ന മനോഹരമായ കാഴ്ചകളിലേക്കാളും മനോഹരമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്.
ഇത്തരത്തിലുള്ള താൽക്കാലിക ടെൻറ്റുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ടെൻറ്റുകളുണ്ട്. അല്ലാതെ നമുക്ക് എന്താ പറയുക, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് വലിയ പൈസയൊക്കെ ചിലവഴിച്ച് താമസിക്കണം എന്നാണെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഇവർ ഉറപ്പാക്കുന്നുണ്ട്. ഒരുപാട് അധികം CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. AI ടെക്നോളജിയുടെ സഹായങ്ങളൊക്കെ ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു താൽക്കാലിക സിറ്റിയിലെ ആശുപത്രി, താൽക്കാലികമായിട്ട് പണികഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ, മാർക്കറ്റ് വരെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അപൂർവമായിട്ടുള്ള കാഴ്ച. ലോകരാജ്യങ്ങളോട് ഇന്ത്യയുടെ മഹിമ വിളിച്ചോതുന്ന ഒരു മഹാസംഭവത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സൗഭാഗ്യം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന ഐതിഹ്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക കുംഭമേളയെക്കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.